ഹോസ്റ്റലിൽ ഞാൻ വിലക്കെടുത്തു കഴിഞ്ഞാ പിന്നെ ഞാൻ പറയുന്നത് കേട്ട് നീയൊക്കെ ഇതിനകത്ത് ജീവിക്കേണ്ടി വരും. ഈ അനാക്കോണ്ടെ പോലെ ഇതിനകത്ത് എഴഞ്ഞു കയറിയാ നിന്റെ ഒക്കെ തലയും വാല് ഞാൻ വെട്ടും. മനസ്സിലായി? നിങ്ങൾ വലിയ ആളാവാൻ നോക്കല്ലേ. നിങ്ങൾ പിന്നെ പണി എടുക്കില്ല ഇവിടെ. ഇവിടെ ഇനി പണിയെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലടി, പണിയെടുപ്പിക്കാനാ ഉദ്ദേശിക്കുന്നത്. ചേട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? എന്തു പറ്റി? എനിക്കെന്തു പറ്റീന്ന് ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. ഇവർക്ക് മെന്റലായെന്നോ തോന്നുന്നേ. എന്താ കാര്യമായ തകരാറുണ്ട്. അതെ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ ശ്രുതി. എല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയല്ല. എന്റെ നിലയും വിലയും നോക്കി സംസാരിച്ചാൽ നിങ്ങൾക്കു കൊള്ളാം. ഫുഡ് അവിടെ ഇരിപ്പുണ്ട്, എല്ലാരും തനിയെ എടുത്ത് കഴിക്കും. ആ, ഞങ്ങൾക്ക് തനിയെ എടുത്ത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ചേട്ടത്തി, അല്ലേ? അതെടുത്തേ, ഞങ്ങളും എടുത്തു കഴിച്ചോളാം, കുഴപ്പമില്ല. കേട്ടല്ലോ, അവർക്കാവാങ്കി നിങ്ങൾക്കും ആവാം. ഓ, എടുത്ത് കഴിക്കടി. ഇറങ്ങി വന്നാച്ചി കടലെ കൊന്തലിക്കും സുനാമിയെ ഉണ്ടാച്ചി എത്തിക്കാ എനർജി തലയെ സുറാവലി കൊന്നാച്ചി പട്ടന് പാത്താലെ പൾസ് തുമ്പാടി. ആ പത്രം എടുത്ത്. ഇതൊന്നും നേരെ കഴുകിയിട്ടില്ലല്ലോ, മൊത്തം അഴുക്കാണല്ലോ. ഈ പാത്രം കഴുകിയില്ലേ? കഴുകാത്ത പാത്രത്തിലാണോ ഫുഡ് കഴിക്കേണ്ടത്? ഒന്ന് കഴുകിയ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ നിന്റെ കാര്യം നോക്കിയാ മതി. ചേട്ടത്തി, ഈ പാത്രങ്ങൾ കഴുകിക്കൊണ്ടുവാ. നിനക്ക് രണ്ട് കൈയില്ലേ? പോയി പാത്രം കഴുകടി. നിങ്ങൾ ആരോടെ പാത്രം കഴുകാൻ പറഞ്ഞത്? മേയറുടെ മോളോടാണോ നിങ്ങൾ പാത്രം കഴുകാൻ പറയുന്നത്? മേയറുടെ മോൾക്കെന്താടി കൊമ്പും തുമ്പിക്കൈയുണ്ടോ? നിന്റെ തന്തയെ വിലക്ക് വാങ്ങാനുള്ള കാശ് എന്റെ ഉണ്ടടി. നിങ്ങൾ എന്റെ തന്തയ്ക്ക് വിളിച്ചോ? നിങ്ങളെ ഞാൻ ഓടി എന്നെക്കൊണ്ടേ. നിന്നെ പണ്ടേ ഞാൻ ഓങ്ങി വെച്ചതാടി. നിന്റെ അപ്പം മേയറേ നിനക്ക് നല്ല തല്ല് തരാണ്ട് വളർത്തിയന്റെ തകരാറാണ്ടി നീ ഇങ്ങനെയായി പോയത്. ഇനി എന്നോട് മുട്ടാൻ വന്ന ചൊട്ടകം പഴിപ്പിച്ച നിന്റെ ഒക്കെ മൂന്നൊക്കെ വെക്കും ഞാൻ. മനസ്സിലായി? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നീയൊക്കെ എന്നെ മൂക്കി കെട്ടിക്കളയും. ഓടി അവിടെ. ചേട്ടത്തി, സത്യം പറഞ്ഞാലേ ഇപ്പഴാ ചേട്ടത്തി ഒന്ന് സ്ട്രോങ് ആയത്. സൂപ്പർ പെർഫോമൻസ്. അല്ല, ചേട്ടത്തിക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ചേട്ടത്തിയാണല്ലോ ഇപ്പൊ കാണുന്നത്. അതെ പിള്ളേരെ, നിങ്ങൾ ഇതുവരെ കാണാത്ത മന്ദാകിനിയാണ് നാളെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്ക് എന്തോ തകരാറുണ്ട്. രജിസ്റ്ററിൽ നിർബന്ധമായും ഓരോ കുട്ടിയും പോകുന്ന സമയവും തിരികെ വരുന്ന സമയവും രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്യാം മാഡം. ഇത് ശരിയാവില്ല മാഡം, ഇതിവിടെ നടക്കില്ല. നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങള് പണം തന്ന് താമസിക്കുന്നതേ വഴിയമ്പലത്തിലല്ല, ഹോസ്റ്റലില്. ഇവിടെ ഞങ്ങളുടെ ജീവന് പോലും സുരക്ഷയില്ല. എന്താ പ്രശ്നം? മന്ദാകിനിയാ പ്രശ്നം. മന്ദാകിനിയോ? മന്ദാകിനി എന്ത് ചെയ്തു? മന്ദാകിനി ഇവിടെ തവി വെച്ചടിച്ചു. ഇതുണ്ടോ അവര് തല്ലിയ പാടാ. അവരെ ഇവിടുന്ന് ഈ നിമിഷം പുറത്താക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഹോസ്റ്റലിനെതിരെ പോലീസ് പരാതി കൊടുക്കും. അവര് പറഞ്ഞു വിടണം മാം. നിങ്ങൾ ഇവിടെ വെറുതെ ബഹളം വെക്കരുത്. ഇത് എന്റെ ഓഫീസാണ്. ഞങ്ങളെ ഇവിടുത്തെ ജീവനക്കാരെ ആക്രമിച്ച ഞങ്ങൾ നിശബ്ദരായിരിക്കണോ? നടക്കില്ല മാം. മന്ദാകിനിയെ മാം പുറത്താക്കിയില്ലെങ്കിൽ ആ സ്ത്രീയെ ഞങ്ങൾ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ സ്റ്റാഫിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാനുള്ള തന്റെ ഇടം നിനക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ അതൊന്ന് ചെയ്ത് കാണിക്ക്. ഒരുത്തികളെ ഇതിനകത്ത് ചലിക്കില്ല.
നീയൊക്കെ ഇവിടെ കിടന്ന് ബഹളം വെച്ചാലൊന്നും ഞാൻ പേടിക്കില്ല. പോലീസിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക്. നിന്റെ ഒന്നും ഭീഷണി ഇങ്ങോട്ട് വേണ്ട. മാം, നിങ്ങൾ മന്ദാകിനെ വൈറ്റ് വാഷ് ചെയ്യണോ? ഞാൻ ആരെയും വെള്ള പൂശുന്നില്ല. നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും സ്വഭാവം എനിക്കറിയാം. മന്ദാകിനിക്കെതിരെ ബഹളം വെക്കുന്ന നീയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയ വിക്രിയകൾ അറിയാത്തവളല്ല ഞാൻ. എല്ലാം എന്റെ മനസ്സിലുണ്ട്. ആരും അത്ര നല്ല കുഞ്ഞ് ചമയണ്ട. ഇരവാദവും കൊണ്ട് ഒരുത്തികൾ ഇങ്ങോട്ട് വരണ്ട. മന്ദാകിനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നടപടിയെടുക്കാൻ. അതിനുവേണ്ടി ഫോഴ്സ് ചെയ്താ അതൊന്നും ഇവിടെ നടക്കില്ല മോളെ. മാം, മന്ദാകിനിക്ക് തലയ്ക്ക് വട്ട. ഇങ്ങനെ ഒരു മെന്റലിനെ ഇതിനകത്ത് നിലനിർത്തുന്നതേ ഇവിടെ ഉള്ളവർക്ക് ഭീഷണിയാ. ഇന്നലിനെ തവി വെച്ചടിച്ചു. ഇനി ചട്ടുകം ചൂടാക്കി പൊള്ളിക്കുമെന്നാ പറയുന്നേ. അവർ ഞങ്ങൾക്ക് ഭക്ഷണത്തിൽ വിഷം കലക്കി തരില്ലെന്ന് എന്താ ഉറപ്പ്? മാം അവരെ പുറത്താക്കുന്നോ ഇല്ലയോ അതാ ഞങ്ങൾക്ക് അറിയണ്ട. നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് മന്ദാകിനിയെ ഈ രാത്രിയിൽ ഇവിടുന്ന് പറഞ്ഞു വിടാനൊന്നും പറ്റില്ല. മെസ്സിൽ എന്താ നടന്നേന്ന്